6000 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ സാധ്യതാ പഠനം പൂർത്തിയാക്കി നിക്ഷേപ അംഗീകാരത്തിനായി ബിപിസിഎൽ കൊച്ചി റിഫൈനറി കാത്തിരിക്കുന്നു. ബോട്ടം അപ്ഗ്രേഡേഷൻ പ്രോജക്ട് എന്ന പദ്ധതിയാണ് ബിപിസിഎൽ അംഗീകാരത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ക്രൂഡിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പദ്ധതിയുടെ അവസാനഘട്ട പ്രക്രിയയാണ് ബോട്ടം അപ്ഗ്രേഡേഷൻ പ്രോജക്ട്. പ്രാഥമിക സംസ്കരണം കഴിഞ്ഞ് ബാക്കി വരുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് എൽപിജിയും ഡീസലും ഇതുവഴി നിർമ്മിക്കാം. സാധാരണഗതിയിൽ സംസ്കരണം കഴിഞ്ഞ് ലഭിക്കുന്ന ബോട്ടം ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില കിട്ടാറില്ല. പക്ഷേ ഇവ ഉയർന്ന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നമാക്കി ഇന്ധനങ്ങളാക്കുന്നതോടെ വൻ ലാഭമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ പദ്ധതിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതി കിട്ടുമെന്നാണ് ബിപിസിഎല്ലിന്റെ പ്രതീക്ഷ. നഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ലൈക്ക് എൽപിജി, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അല്ലെങ്കിൽ ഡീസൽ, പെട്രോൾ, ഇങ്ങനത്തെ പ്രോഡക്റ്റായിട്ട് മാറ്റുമ്പോൾ അതിലുള്ള ആ വിലവർദ്ധനവ് കൊണ്ട് റവന്യൂ റിയലൈസേഷൻസ് വിൽ ബി മച്ച് ബെറ്റർ. സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 വർഷം വേണ്ടിവരും പദ്ധതി പൂർത്തിയാക്കാനെന്നാണ് കണക്കുകൂട്ടൽ. സാമ്പത്തിക മാന്ദ്യം മാറി ക്രൂഡ് വില ഉയരുമ്പോഴേക്കും കമ്പനിക്ക് ഇതുവഴി വലിയ ലാഭമുണ്ടാക്കാനാകുമെന്നാണ് കരുതുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.